Good evening. I hope I am audible. Hello. Hello. Okay. Yes, ma'am. Thank you. So, ഇന്നത്തെ സെഷൻ ഞാൻ നേരത്തെ ആൻസർ ചെയ്ത പോലെ എസ്റ്റിമേഷന്റെ ബേസിസിലായിരിക്കും. നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവരും ആദ്യം എസ്റ്റിമേഷൻ അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് ക്വാണ്ടിറ്റി സർവേയർ എന്ന ടോപ്പിക്സിലേക്കാണ് ആദ്യം ചിന്തിക്കുക. സോ മെയിൻ ആയിട്ട് ഇപ്പോൾ നമ്മൾ ജോബ്സിന്റെ കാര്യം പറയുവാണെങ്കിലും സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഓഫീസ് വർക്ക് എന്ന് വെക്കുമ്പോൾ ആദ്യം വരാ മൈൻഡിൽ ഒന്നില്ലെങ്കിൽ സ്ട്രക്ചർ ഡിസൈൻ അല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് പറയുക ക്വാണ്ടിറ്റി സർവേയർ എസ്റ്റിമേറ്റർ എന്ന രീതിയിലായിരിക്കും. സോ അങ്ങനെ പറയുമ്പോഴത്തേക്കും ഈ വർക്കിന് ഓക്കെ ഇതിന് ഞാൻ വേറെ രീതിയിൽ പറയാം. എനിക്ക് ആക്ച്വലി ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു എസ്റ്റിമേഷൻ. പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുറച്ച് ബോറടിപ്പിക്കുന്ന ഒരു ടോപ്പിക്കായിട്ട് അത് തോന്നിയത്. ഞാൻ പഠിക്കുമ്പോൾ MGU ആയിരുന്നു. സോ MGUല് ഇതിന്റെ എക്സാം എന്ന് പറഞ്ഞ ഏറ്റവും ബോറ് പരിപാടിയാണ്. അതിലെന്ന് വെച്ചാൽ ഒരു മണിക്കൂർ എക്സാം ഉണ്ട്. അതിൽ 60 അല്ലെ 1 മണിക്കൂറല്ല 3 മണിക്കൂറിന്റെ എക്സാം ആണ്. അതിൽ 100 മാർക്സ് വരുന്നതിൽ 60 മാർക്സ് ഫുള്ള് ഒരു പ്രോജക്റ്റിന്റെ എസ്റ്റിമേഷൻ ആയിരിക്കും. ബാക്കി 40 മാർക്സിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ടാവും. വലിയ ബോറ് പരിപാടി എന്ന് വെച്ചാല് നമുക്ക് ഒരിക്കലും ഈ 3 മണിക്കൂറില് ആ ഒരു എസ്റ്റിമേഷൻ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. എന്നാൽ പോലും ഒരു വലിയ ബിൽഡിങ് സെൻട്രൽ ലൈൻ മെത്തേഡ് അല്ലെങ്കിൽ ലോങ് ആൻഡ് ഷോർട്ട് റോൾ മെത്തേഡ് എന്നും പറഞ്ഞ് അവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ആ മെത്തേഡിൽ ചെയ്ത് വെക്കണം. അപ്പോ നമ്മൾ എങ്ങനെ ഇരുന്നാലും ഇത് മിക്ക ആൾക്കാരും ഫെയിൽ ആവുന്ന ഒരു എക്സാമും ആണിത്. കാര്യം വെച്ചാൽ ചെയ്തു വരുമ്പോഴത്തേക്ക് എസ്റ്റിമേഷൻ തീരത്തില്ല. എസ്റ്റിമേഷൻ തീരാണ്ട് എക്സാം പാസ്സാകത്തില്ല. കാര്യം 40 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വരുന്നതിൽ മിക്കതും നമുക്ക് ആൻസർ ചെയ്ത ഫുൾ മാർക്സ് കിട്ടത്തില്ല. പിന്നെ ഈ എസ്റ്റിമേഷൻ എഴുതി എന്തെങ്കിലും അതിൽ നിന്നൊരു മാർക്ക് കിട്ടിയാലേ നമ്മൾ പാസ്സാകത്തുള്ളൂ. അതുപോലെ തന്നെ വൃത്തിയുള്ള ഒരു മാർക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് എനിക്ക് ഈ സബ്ജക്ട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ആദ്യം ജോലി കിട്ടി. ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ അല്ലട്ടോ ആദ്യമായിട്ട് ജോലി എടുക്കുന്നത്. പക്ഷെ ഇവിടെ എനിക്ക് ആദ്യം കയറുന്നതും കിട്ടുന്നതും എസ്റ്റിമേഷൻ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. പിന്നെ ഒന്നും ചെയ്യാനില്ല, പഠിച്ചേ പറ്റൂ. ഞാനപ്പോ പഠിക്കാൻ തുടങ്ങി. പിന്നെ ഒരു വെറൈറ്റി എന്താണെന്ന് വെച്ചാൽ മാനുവൽ എസ്റ്റിമേഷൻ അല്ല, നമ്മൾ സോഫ്റ്റ്വെയറിലാണ് എസ്റ്റിമേഷൻ ചെയ്യുന്നത്. അതിലാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എസ്റ്റിമേഷനിലേക്ക് ഇറങ്ങുന്നത്. ഇപ്പൊ അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ നന്നായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യുന്നതും. ഓക്കെ, ഈ എസ്റ്റിമേഷനും ബാർബെൻഡിങ് ഷെഡ്യൂളും ചെറിയൊരു ബന്ധമുണ്ട്. കാര്യം ബാർബെൻഡിങ് ഷെഡ്യൂള് കമ്പിയുടെ എസ്റ്റിമേഷൻ ആണ് ഏകദേശം ഒരു കണക്കിന് പറഞ്ഞാൽ. അതേസമയം എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് ഫുൾ ബിൽഡിംഗ് അല്ലെങ്കിൽ ഫുൾ സ്ട്രക്ചറിന്റെ എസ്റ്റിമേഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ കരുതേണ്ടത്. ഓക്കെ, ഇനി എസ്റ്റിമേഷൻ ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു ക്വാണ്ടിറ്റി എടുക്കും, ഒരു സാധനം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ക്യൂബ് വരുവാണെങ്കിൽ ആ ക്യൂബിന്റെ വോളിയം എടുക്കും. ആ ക്യൂബ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, അതിന് എത്ര രൂപ, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു M³ കോൺക്രീറ്റിന് എത്ര രൂപ വേണം, നമ്മളത് കോൺക്രീറ്റ് മെറ്റീരിയൽസ് വാങ്ങി ആൾക്കാരെ നിർത്തി മിക്സ് പ്രിപ്പയർ ചെയ്ത് കാസ്റ്റ് ചെയ്യാൻ. അങ്ങനെയാണ് എസ്റ്റിമേഷൻ നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലെങ്കിൽ എസ്റ്റിമേഷൻ അപ്രോച്ച് എന്ന് പറയുന്നത് അതാ. ഒരു സാധനം ഉണ്ടാവും, അതിന് എത്ര വില. അതിന്റെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് യൂണിറ്റ് ആണ്. പലതും നമ്മൾ വാങ്ങിക്കുമ്പോൾ യൂണിറ്റ് ഡിപ്പെൻഡന്റ് ആ. ഇപ്പൊ നമ്മൾ വെളിച്ചെണ്ണ വാങ്ങാൻ കടയിൽ പോയി കഴിഞ്ഞാൽ 1 ലിറ്റർ അല്ലെങ്കിൽ ഒരു കുപ്പി, ആ ലിറ്റർ ആ ക്വാണ്ടിറ്റി ആണ് നമ്മൾ പറഞ്ഞത്. ആ യൂണിറ്റ് വെച്ചിട്ടാണ് അതിന്റെ റേറ്റ് വരുന്നത്. അതേപോലെ സിമെന്റ് വാങ്ങാൻ ചെന്നാൽ ഒരു ബാഗ് സിമെന്റ് എന്നാ പറയുന്നത്. കമ്പി വാങ്ങാൻ ചെല്ലുമ്പോൾ 1 കിലോ അല്ലെങ്കിൽ ഇത്ര കിലോ കമ്പി അല്ലെങ്കിൽ ഒരു ഫുൾ ലെങ്ത് ബാർ എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഓരോ സാധനത്തിനും ഒരു യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റ് ബേസ് ചെയ്തിട്ടാണ് റേറ്റ് വരുന്നത്. ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ് ഈസ് ദ ടോട്ടൽ എമൗണ്ട്. അതാണ് എസ്റ്റിമേഷന്റെ പ്രിൻസിപ്പിള്. പക്ഷെ ഇതിൽ ക്വാണ്ടിറ്റിയും റേറ്റ് എന്ന് പറയുന്നതിനെ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്ന സാധനമാണ് യൂണിറ്റ് എന്ന് പറയുന്നത്. സോ യൂണിറ്റ് ഡിപ്പെൻഡന്റ് ആയിട്ട് നമ്മൾ ക്വാണ്ടിറ്റി കണ്ടുപിടിച്ച് റേറ്റ് വെച്ച് അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ നമ്മളുടെ എമൗണ്ട്, ഫൈനൽ എമൗണ്ട് എന്ന് പറയുന്നത്. ഞാനൊരു സാമ്പിൾ എസ്റ്റിമേറ്റ് വെറുതെ ഒന്ന് കാണിക്കാം, പഠിപ്പിക്കാനല്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതിലും ഇതേ പ്രിൻസിപ്പിൾ തന്നെയാണ്. ഞാനൊന്ന് ഷെയർ ചെയ്യുവാണേ. സ്ക്രീൻ കാണുന്നില്ലെങ്കിൽ പറയണോ എന്നോട്. സ്ക്രീൻ വിസിബിൾ ആകുമ്പോൾ ഒരാളൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണേ. കാണാവോ? ഹലോ,
ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് ഇപ്പൊ കാണാം, ഇതൊരു പ്രോജക്റ്റിന്റെ അബ്സ്ട്രാക്ട് എസ്റ്റിമേറ്റ് ആണ്. പ്രിലിമിനറി എസ്റ്റിമേറ്റ് എന്ന് വിളിക്കാം. അതായത് ആ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എസ്റ്റിമേറ്റ് ആണ്. എസ്റ്റിമേറ്റ് പല സ്റ്റേജസിൽ പ്രിപ്പയർ ചെയ്യും, പല മെത്തേഡ്സിൽ ചെയ്യും, അതുപോലെ തന്നെ പല കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യും. ഇത് ബേസ് ചെയ്ത് പല ടൈപ്സ് എസ്റ്റിമേറ്റ് ഉണ്ട്. എല്ലാത്തിന്റെയും പുറകിലുള്ള ഒറ്റ ഒരു കാരണമുള്ളൂ, ഒരു ക്വാണ്ടിറ്റി ഉണ്ട്, അതിന് ഇൻറ്റു റേറ്റ്, ടോട്ടൽ ഇത്രയാണ് എമൗണ്ട്. അതാണ് എല്ലാത്തിന്റെയും ബേസ് പ്രിൻസിപ്പിൾ. പക്ഷെ പല പേരുകളിൽ പല രൂപങ്ങളിൽ എസ്റ്റിമേഷൻ അപ്പിയർ ചെയ്യാറുണ്ട്. അങ്ങനെ രൂപങ്ങളൊക്കെ മാറുന്ന ഒരു സാധനമാണ്. അപ്പൊ ഇതിലിപ്പോ എർത്ത് വർക്കിന് എസ്റ്റിമേറ്റ് ഇപ്പൊ ഈ കാണിച്ചേക്കുന്നത്, അതിലെ ഡിസ്ക്രിപ്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്നതിന് ഹൈഡ്രോളിക് എക്സ്കവേറ്റർ മാറ്റിയിട്ട് മാനുവൽ ലേബർ ആക്കി കഴിഞ്ഞാൽ ഇതിന്റെ റേറ്റ് നേരെ മാറി. കാര്യം വെച്ചാൽ അപ്പൊ നമുക്ക് 450 രൂപയ്ക്ക് ചിലപ്പോൾ മുതലാവത്തില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് റേറ്റ് കൂടുതലിടണം. കാര്യം ഒരു വലിയ വാട്ടർ ടാങ്കിന് വേണ്ടി കുഴിക്കുകയാണെങ്കിൽ അവിടെ ഒരാൾ നിന്ന് കുഴിച്ചാൽ നമുക്ക് ചിലപ്പോൾ ഒരു ഫുൾ ഡേ എടുക്കുമായിരിക്കും. അതേസമയം ഒരു എക്സ്കവേറ്റർ വരുന്നെങ്കിൽ ഒരു 1-2 മണിക്കൂർ കൊണ്ട് പരിപാടി നിർത്തി പുള്ളി പോയിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ റേറ്റും, എക്സ്കവേറ്റർ ഒരു മണിക്കൂറത്തേക്ക് 2000 രൂപ അല്ലെങ്കിൽ 1500 രൂപ റേഞ്ച് വാടക വരുവേ, അത് വേറെ കഥ. അത് കൊണ്ടുവരണമെങ്കിൽ ഇപ്പൊ ചിലപ്പോൾ വണ്ടി വിളിച്ച് വണ്ടിയുടെ മേലെ കയറ്റിയ കുഞ്ഞ് എക്സ്കവേറ്റർ കൊണ്ടുവരണമെങ്കിൽ അതിന് വണ്ടിക്കാശും വേറെയൊക്കെ വരും. അതേസമയം ഒരാളെ വിളിക്കാനാണെങ്കിൽ അയാൾക്കുള്ള കൂലിക്കാശ് കൊടുത്ത അയാൾ വന്നിട്ട് കുഴിച്ചിട്ട് പോകും. പക്ഷെ ഇത് രണ്ടിൽ ഏതാ ലാഭം എന്ന് നോക്കിയിട്ടാണ് നമ്മൾ എസ്റ്റിമേഷൻ അതായത് ക്വാണ്ടിറ്റി, ആ വർക്ക് സൈഡിൽ എക്സിക്യൂട്ട് ചെയ്യാൻ എന്താണോ ലാഭകരം അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റേറ്റ് എടുക്കുന്നതും ആ മെത്തേഡ് ബേസ് ചെയ്തിട്ടായിരിക്കും കൺസ്ട്രക്ഷൻ നടക്കുന്നത്. സോ നമ്മൾ പ്രൈം ഫോക്കസ് ഏത് മെത്തേഡിലായിരിക്കും കൺസ്ട്രക്ഷൻ നടക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഈ സാധനത്തിന് യൂണിറ്റ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് എന്തായിരിക്കണം? അവർലി ആണോ? അതായത് എക്സ്കവേറ്ററിന്റെ അവർലി പേയ്മെന്റ് ആണോ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ വോളിയം ഓഫ് വർക്ക് ഒരാള് നിർത്തി ചെയ്യുന്ന ആ പ്രൊസീജിയർ ഏതായിരിക്കണം? അതിന് എത്ര റേറ്റ് വരും? ഏത് യൂണിറ്റിൽ അതിന്റെ ക്വാണ്ടിറ്റി എടുക്കണം? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയാൽ മാത്രമേ എസ്റ്റിമേറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. സോ ആദ്യം സൈറ്റിൽ ഈ വർക്ക് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് ചിന്തിക്കണം. അപ്പോൾ ആ ക്വാണ്ടിറ്റി, ആ എക്സിക്യൂട്ട് ചെയ്യുന്ന വർക്കിന് ഇത്ര റേറ്റ് ആയിരിക്കും. ആ റേറ്റ് എന്തിനു ബേസ് ചെയ്തിട്ടായിരിക്കും? ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും. ഇനി ക്വാണ്ടിറ്റി അത് ഏത് ടേംസിൽ എടുക്കണം? ഇപ്പൊ പൈലിനാണെങ്കിൽ നമ്മൾ സൈറ്റിൽ റണ്ണിങ് മീറ്റർ, അതായത് മീറ്റർ ലെങ്ത്, എത്ര ആഴത്തിലാണോ കുഴിച്ച് പയൽ ചെയ്യുന്നത് ആ മീറ്റർ ലെങ്തിനാണ് അവർ റേറ്റ് പറയാം, പൈൽ കോൺട്രാക്ടർമാരെ. അത് മാറി നമ്മൾ സ്ലാബിലേക്ക് വരികയാണെങ്കിൽ ഏരിയ അല്ലെങ്കിൽ വോളിയത്തിനായിരിക്കും ഇമ്പോർട്ടൻസ്. അവിടെ പക്ഷെ വോളിയത്തിനേക്കാൾ കൂടുതൽ ഏരിയ എത്രയാണ് കവർ ചെയ്യുന്നത് എന്നുള്ളതായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ റേറ്റ് കോട്ട് ചെയ്യുമ്പോൾ വോളിയം തന്നെയാണ് ഫസ്റ്റ് വരുന്നത്. ഷട്ടറിങ്ങിന്റെ കാര്യത്തിലാണ് ഇതിന് വ്യത്യാസം. കാരണം ഒരു സ്ലാബ് ഷട്ടർ ചെയ്യാൻ ഒത്തിരി ഏരിയയിൽ നമുക്ക് ഷട്ടർ ലേ ചെയ്യണം. അതേസമയം ഒരു ബീം ആണെങ്കിൽ ഷട്ടറിങ് ഏരിയ കുറവാണ്, ലെങ്ത് ആണ് വരുന്നത്. അപ്പൊ ആ ഷട്ടറിങ്ങിന്റെ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ സ്ക്വയർ മീറ്ററിലാണ്, കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യുമ്പോൾ അത് വോളിയത്തിലാണ്. സോ അത് വോളിയത്തിൽ ക്യൂബിക് മീറ്റേഴ്സിലാണ് അതിന്റെ ക്വാണ്ടിറ്റി എടുക്കുന്നത്. അങ്ങനെ ഓരോ വർക്ക് എന്താണോ ആ വർക്ക് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഏത് യൂണിറ്റ് ആണ് നിങ്ങൾ ക്രോസ് ചെയ്യുന്നതെന്ന് ബേസ് ചെയ്തിട്ടായിരിക്കും റേറ്റ് വരുന്നത്. ഓക്കെ, ഇത് അത്ര കൺഫ്യൂസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ടഫ് ആയിട്ടുള്ള ഒരു കാര്യമല്ല എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. എസ്റ്റിമേഷനിൽ ഏറ്റവും ട്രിക്കി ആയിട്ടുള്ള പാർട്ടുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ക്വാണ്ടിറ്റി സൈഡും, രണ്ട് റേറ്റ് സൈഡും. റേറ്റ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഒത്തിരി ട്രിക്കിയാണ്. കാരണം വെച്ചാൽ നമുക്ക് അതിനകത്തുള്ള ഇൻവോൾവ് ചെയ്തേക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിൽ അതിന് റേറ്റ് അറൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഒരാൾ ഇപ്പൊ തന്നെ ഇരുന്ന് റേറ്റ് അനാലിസിസ് ചെയ്യാൻ നോക്കി കുറച്ച് ബുദ്ധിമുട്ടാണ്. സൈറ്റ് ഇപ്പൊ നമ്മൾ ആ മാർക്കറ്റ് റേറ്റുകൾ അറിയണം, മെറ്റീരിയൽസിന്റെ, അതുപോലെ ലേബർ കോസ്റ്റ് അറിയണം, പിന്നെ അവർ എത്ര മണിക്കൂർ പണിയെടുക്കണം എന്ന് അറിയണം. അങ്ങനെ കുറെ അധികം കാര്യങ്ങൾ അറിയണം. സോ ഇതൊരു ഫ്രഷർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതിനൊരു ഗൈഡൻസ് ഉണ്ട്. ആ ഗൈഡൻസിന് നമ്മൾക്ക് ഇപ്പൊ പല ആൾക്കാർക്കും പല രീതിയിൽ റേറ്റ് അറൈവ് ചെയ്യാം. അതായത് ഒരു M³ കോൺക്രീറ്റ് ചെയ്യാൻ ഒരാൾ 6000 രൂപ പറയുമ്പോൾ ഒരാൾ ചിലപ്പോൾ 7000 രൂപ പറയും, ഒരാൾ 8000 രൂപ പറയും. അത് എന്തുകൊണ്ട് അവർ ആ എമൗണ്ട് പറയുന്നു എന്ന് മനസ്സിലാകണമെങ്കിൽ അവരത് അറൈവ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തെടുത്ത സ്പ്ലിറ്റപ്പ് കിട്ടണം. അതിനുള്ളൊരു ഗൈഡൻസ് എന്ന് പറയുന്നത് നമുക്ക് ഡൽഹി അനാലിസിസ് ഓഫ് റേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്റ് ഉണ്ട്. എല്ലാവർക്കും അവൈലബിൾ ആണ്, നെറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന സാധനം. സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് CPWDയുടെ അനാലിസിസ് ഓഫ് റേറ്റ്സ് ഫോർ ഡൽഹി. ഇതാണ് ഓൾ ഇന്ത്യ ബേസിസിൽ പബ്ലിക് സെക്ടർ വർക്ക് കൊട്ടേഷൻ നമ്മൾ കാണുമ്പോൾ അതിലെടുക്കുന്ന റേറ്റ്സ് കൂടുതൽ ഇത് വെച്ച് റെഫർ ചെയ്തിട്ടാണ് എടുക്കുന്നത്.
എൻ്റെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്നത് 2023 ആണ്. ഇതിലും ലേറ്റസ്റ്റ് വേർഷൻ വന്നിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്നാലും പക്ഷെ കൺഫേം അല്ലാത്തതുകൊണ്ട് ഇത് തൽക്കാലം അതിനെക്കുറിച്ച് പറയുന്നില്ല. നിങ്ങൾക്കൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം കേട്ടോ. ഈ 2023 ആണ് എൻ്റെ ലാസ്റ്റ് ഓർമ്മയിൽ. 24 നമ്മുടെ ഇയർ 24ൽ ലാസ്റ്റ് പബ്ലിഷ് ചെയ്ത വോളിയം 2023 എന്ന് പറഞ്ഞ വോളിയം ആണ്. ഇപ്പൊ ഈ കൊല്ലം പുതിയ അപ്ഡേറ്റഡ് വേർഷൻ ഇറങ്ങിയോ എന്നൊന്ന് കൺഫേം ചെയ്യേണ്ടി വരും. ഈ വേർഷൻ്റെ അകത്ത് നമുക്ക് കുറേ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കൺസ്ട്രക്ഷനിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് ചിന്തിച്ചാൽ അതിൽ ഒട്ടുമിക്ക സിമിലർ ആയിട്ടുള്ള എല്ലാ വർക്ക്സും നമുക്ക് ഈ ഒരു റെഫറൻസിൽ നിന്ന് കിട്ടും. ഇതിനകത്ത് ബേസിക് റേറ്റ്സിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, സബ് ഹെഡ്സ് എഴുതിയിട്ടുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ അവിടെയെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ റേറ്റ് ഓൾ ഇന്ത്യ ബേസിസിൽ ഏകീകൃത റേറ്റ് എന്ന് പറയും. അതായത് ഓൾ ഇന്ത്യയിലേക്ക് അപ്ലൈ ചെയ്തേക്കുന്ന, ചിലപ്പോൾ കേരളത്തിൽ അതിലും കൂടുതൽ റേറ്റ് വരാം, അതിൽ കുറവ് റേറ്റ് വരാം, ലേബറിന് ചിലപ്പോൾ അതിനും കൂടുതൽ റേറ്റ് വരാം. അപ്പൊ നമുക്ക് മാർക്കറ്റ് റേറ്റ് കുറച്ച് റിലേഷനും കൂടി വേണം കേട്ടോ. ഇത് പ്യുവർലി ഫോളോ ചെയ്യാനല്ല, ഇതിന്റെ ഫോർമാറ്റിൽ നമുക്ക് റേറ്റ് അനാലിസിസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ബേസിക് റേറ്റ്സ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് വർക്കിന്റെ ഡിസ്ക്രിപ്ഷൻസ് വരുന്നത്. ഇതിനകത്ത് കോൺക്രീറ്റിന്റെ ഉണ്ട്, എർത്ത് വർക്കിന്റെ ഉണ്ട്, പല ടൈപ്പ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആദ്യം എടുത്ത ഡിസ്ക്രിപ്ഷൻ ബേസ്ഡ് റേറ്റ് മാറും. ഒരുവിധം എല്ലാ മേജർ ഡിസ്ക്രിപ്ഷൻസിലും വരുന്നുണ്ട്. ഇപ്പൊ M25 കോൺക്രീറ്റ്, M30 കോൺക്രീറ്റ്, അങ്ങനെ ഒരുവിധം കോൺക്രീറ്റിന്റെ എല്ലാ ഗ്രേഡ്സും മേജർ ആയിട്ട് മോസ്റ്റ് കോമൺ യൂസ് ചെയ്തേക്കുന്ന എല്ലാവിധ കാര്യങ്ങളും ഇതിൽ കവർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു M3 എത്ര ക്വാണ്ടിറ്റി റേറ്റ് എന്ന രീതിയിൽ അതിന്റെ ടോട്ടൽ റേറ്റ് വേണം നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ ഒരു ഗൈഡൻസ് നോക്കാൻ പറ്റുന്ന സാധനമാണ് ഡൽഹി അനാലിസിസ് ഓഫ് റേറ്റ്സ്. ഇത് ബേസ് ചെയ്തിട്ട് ഇതിന് സിമിലർ ആയിട്ട് നമ്മുടെ കറന്റ് മാർക്കറ്റ് റേറ്റ്സ് വെച്ച് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് റേറ്റ് അനാലിസിസ് അല്ലെങ്കിൽ റേറ്റ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത് വരുന്ന ക്വാണ്ടിറ്റിയാ. അത് പ്യുവർലി മാത്തമാറ്റിക്കൽ മാത്തമാറ്റിക്കൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മാത്തമാറ്റിക്സ് ആണ്. അതായത് ഒരു സാധനം തന്നാൽ അതിന്റെ വോളിയം എടുക്കാനാണെങ്കിൽ വോളിയം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ സിലിണ്ടർ ആണെങ്കിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ക്യൂബ് ആണെങ്കിൽ എങ്ങനെയാണ്, അങ്ങനെ. ഈ സിലിണ്ടർ എന്ന് പറയുന്നതിനെ പൈലായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാം. ക്യൂബ് എന്ന് പറയുന്നതിനെ നിങ്ങൾക്ക് ഒരു ഫുട്ടിംഗ് ആയിട്ടും അതുപോലെ തന്നെ ബീമിന്റെ ഒരു എലമെന്റ് ആയിട്ടും കോളത്തിന്റെ എലമെന്റ് ആയിട്ടൊക്കെ ചിന്തിക്കാം. അപ്പൊ ബേസിക് നമ്മളുടെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ, അതായത് ഏരിയസ്, ലെങ്ത്തിന്റെ ബ്രെഡ്ത്തിന്റെ ഹൈറ്റ്, πr²h, അങ്ങനത്തെ സിമ്പിൾ ഇക്വേഷൻസ് വെച്ച് നമുക്ക് വോളിയം, ഏരിയ കണ്ടുപിടിക്കാം. പക്ഷെ അവിടെ റേറ്റ് പറയുന്ന യൂണിറ്റിലായിരിക്കണം നിങ്ങളുടെ ക്വാണ്ടിറ്റി വരേണ്ടത്. അതായത് എർത്ത് വർക്കിന്റെ വോളിയത്തിലാണെങ്കിൽ M3ലാണ് നിങ്ങൾ അതിന്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കേണ്ടത്. ഇത് സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയുന്നെങ്കിൽ സ്ക്വയർ ഫീറ്റ് റേറ്റിലായിരിക്കണം പറയേണ്ടത്. അപ്പൊ അങ്ങനെ പൈലിന്റെ റണ്ണിങ് മീറ്ററിലാണ് അതിന്റെ റേറ്റ് വരുന്നത്. അപ്പൊ എത്ര ആറമാണ് കുഴിക്കേണ്ടത് എന്നതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ഓരോന്നിലും എന്ത് യൂണിറ്റ്, സ്റ്റീൽ ആണെങ്കിൽ ടൺസിലാണ് അതിന്റെ റേറ്റ് പറയുന്നതെങ്കിൽ ടൺസിലാണ് അതിന്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ യൂണിറ്റിനനുസരിച്ച്, റേറ്റിന്റെ യൂണിറ്റിനനുസരിച്ച് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണം. അതാണ് മെയിൻ റിക്വയർമെന്റ്. ഈ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ പണ്ടത്തെ പോലെ കൈ കൂട്ടി കാലിൽ കൂട്ടി എഴുതാനൊന്നും വേണ്ട. ഓട്ടോക്കേഡ് ഫയൽ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം അതിൽ നിന്ന് തന്നെ ഒരുവിധം കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. ഈ റെവിറ്റ് തന്നെ പഠിച്ചാൽ നിങ്ങൾക്ക് 3D ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറയത്തില്ല. റെവിറ്റിനേക്കാൾ പ്രിലിമിനറി ആയിട്ട് നമുക്ക് ഓട്ടോക്കേഡിൽ 3D ചെയ്യാൻ പറ്റും. പക്ഷെ ഓട്ടോക്കേഡിന് 3D അത്ര എന്താ പറയാ ഇന്ററാക്റ്റീവ് അല്ല, കുറച്ചും കൂടിയൊക്കെ ക്രൂഡാണ്. നമുക്ക് ചെയ്യാൻ കുറച്ചും കൂടിയൊക്കെ ഡിഫിക്കൽട്ടി തോന്നും. എനിക്ക് അങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്തേക്കുന്നത്. അതിൽ കമാൻഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടിയൊക്കെ എനിക്ക് ക്രൂഡായിട്ടാണ് ഫീൽ ചെയ്തത്. അതിൽ കുറച്ചും കൂടിയൊക്കെ ഈസി ആയിട്ട് തോന്നിയത് റെവിറ്റോ സ്കെച്ചപ്പോ ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇതിപ്പോ നമുക്ക് റെവിറ്റ് ഓട്ടോക്യാഡിന്റെ അകത്ത് 3D ചെയ്തേക്കുവാണേ. ഇതൊരു വാട്ടർ ടാങ്കിന്റെ മോഡലാ. വാട്ടർ ടാങ്കിന്റെ മോഡലാ ഇത്. ഓട്ടോക്യാഡിന്റെ അകത്ത് തന്നെ 3D ചെയ്തേക്കുക. ഇതിനാദ്യം നമ്മൾ 2Dയിൽ വരച്ചിട്ടാണ് 3Dയിലേക്ക് പിന്നെ കൺവേർട്ട് ചെയ്യുന്നത്. ഇതിന്റെ 2D വരച്ചെടുത്തു. അതെന്ന് വെച്ചാൽ ക്ലയന്റിന്റെ അതിന്റെ PDF മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഓട്ടോക്യാഡില് അതിന്റെ ഡ്രോയിങ് വരച്ചു. കാരണം വെച്ചാൽ ഓൾറെഡി ക്ലയന്റ് അതിൽ അതിന്റെ PDF മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓട്ടോക്യാഡില് നമ്മൾ അവർ തന്നിരിക്കുന്ന ഡയമെൻഷൻസിൽ ഡ്രാഫ്റ്റ് ചെയ്തിട്ട് ഇത് ജസ്റ്റ് റിവോൾവ് എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട് ഓട്ടോക്യാഡിന്റെ അകത്ത്. 3D മോഡലിംഗ് ബേസിക്സ് എടുത്തു കഴിഞ്ഞാൽ
ഈ ക്ലോസ്ഡ് പോളിഗണിനെ നമുക്ക് റിവോൾവ് ചെയ്യാൻ പറ്റും. ഇതെടുക്കുക, ഇതിൻ്റെ അകത്ത് റിവോൾവ് എന്നൊരു കമാൻഡ് ഉണ്ട്. റിവോൾവ് ചെയ്യാനുള്ള ആക്സസ് നിങ്ങൾ കാണിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഇതിനെ നമ്മൾ ഷെയ്ഡ് ആയിട്ട് എടുക്കുക കേട്ടോ. ഈ ഒരു കമാൻഡ് വെച്ച് ചെയ്യുമ്പോൾ ഗുണം എന്ന് വെച്ചാൽ ഇതിന്റെ വോളിയം എടുക്കാൻ മാസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഈ ഒബ്ജക്റ്റിന്റെ വോളിയം എടുക്കാം. അതായത് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഇല്ലാണ്ട് മോഡലിംഗിന്റെ സഹായത്തിൽ നിങ്ങൾക്ക് വോളിയം എടുക്കാം. അതായത് നിങ്ങൾ ഇക്വേഷൻസ് ചെയ്ത് തെറ്റിക്കും എന്നൊരു പേടിയുണ്ട്. അല്ല, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷേപ്സ് ആണെങ്കിൽ ഈ കേസിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഇതൊരു ഡോം ആയിരുന്നു. പക്ഷെ സാധാ ഡോമിലും വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിന്റെ റേഡിയസും ഹൈറ്റും ഡിഫറെന്റ് ആയിരുന്നു. പോരാണ്ട് ഈ ഡോമിന് ഇവിടെ ടോപ്പിൽ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഇത്തിരി കോംപ്ലക്സ് ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഇതിനെ ഞാൻ ഓട്ടോക്കാഡിൽ 3D ആക്കിയിട്ട് വോളിയം എടുത്തേ. എനിക്ക് പക്കയായിട്ട് കിട്ടിട്ടോ. ഇത് അവര് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങളുടെ അത് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ChatGPT വെച്ചിട്ട് ക്രോസ് ചെക്ക് ചെയ്തായിരുന്നു. പക്ഷെ ChatGPT ഫെയിലായി. സത്യം പറഞ്ഞാൽ അതിൽ ആക്യുറസി അല്ലെങ്കിൽ നമ്മൾക്ക് മാത്തമാറ്റിക്കലി കൈകൊണ്ട് എഴുതി കാൽക്കുലേറ്റ് ചെയ്യുന്നതിലും കറക്റ്റ് ആക്യുറസിയിൽ നമുക്ക് സാധനം കിട്ടി വോളിയം. ഓക്കെ, അത് 2-3 മെത്തേഡിൽ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തിരുന്നു. ഒന്ന് 3D ആയിട്ട് ചെയ്തിരുന്നു. പിന്നെ ഇതിന്റെ കാൽക്കുലേഷൻസ് മാനുവലി ചെയ്ത് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തായിരുന്നു. അങ്ങനെ 3 മെത്തേഡ്സിൽ 3Dയും കാൽക്കുലേഷൻസ് തന്നെ 2 മെത്തേഡ് ഉണ്ട്. പ്യുവർലി ഇക്വേഷൻസ് വെച്ച് എടുക്കാം, അല്ലെങ്കിൽ ഇതിലെ ഡയമെൻഷൻസ് അല്ലെങ്കിൽ ഏരിയാസ് ഉപയോഗിച്ചിട്ട് ഏരിയ ഇൻറ്റു പാത്ത് ചെയ്ത് വോളിയം കണ്ടുപിടിക്കാം. ആ 3 മെത്തേഡ്സിൽ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കി. എല്ലാത്തിലും പക്കയായിട്ട് കിട്ടിയത് നമ്മുടെ 3D മെത്തേഡ് ആയിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ അതൊരു കാര്യം. അപ്പോൾ വോളിയം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതിന് പല ഓപ്ഷൻസും ഉണ്ട്. പലത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്കിവിടെ അന്ന് ഇൻട്രൊഡക്ഷൻ മീറ്റിംഗിൽ ടൈം സാറ് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഡെമോ കാണിച്ചു തന്നില്ലേ, എസ്റ്റിമാക്സ് പറഞ്ഞ ആ സോഫ്റ്റ്വെയർ ആണ് നമ്മളിവിടെ എസ്റ്റിമേഷന് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ മാനുവൽ എസ്റ്റിമേഷൻ അല്ലെങ്കിൽ മാനുവൽ കാൽക്കുലേഷൻസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. മാനുവൽ ചെയ്താൽ ആക്യുറസി കുറയും എന്നുള്ളത് കൊണ്ടാണ്. നമുക്കൊരു 90% ആക്യുറസി ഒക്കെ കിട്ടുള്ളൂ. മോസ്റ്റ് പ്രോബബിളി 95 കിട്ടുന്നത് ഭയങ്കര റെയർ ചാൻസിൽ അത്രയും ശ്രദ്ധ ചെയ്യുന്ന ആൾക്കാരെ ഇത് കിട്ടത്തുള്ളൂ. ഇതിൽ ആക്യുറസിനേക്കാൾ വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് ടൈമാണ്. ഈ ഒരു ബിൽഡിങ്ങിന്റെ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ഒരു 10,000 സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങിന്റെ പ്ലാൻ ആണ്. ജസ്റ്റ് ഒരു അപ്പാർട്ട്മെന്റിന്റെ. ഈ ഒരു ബിൽഡിങ്ങിന്റെ എസ്റ്റിമേറ്റ് എടുക്കാൻ തന്നിട്ട് ഇതിന്റെ വാളിന്റെ സെൻട്രൽ ലൈൻ വരച്ച് നിങ്ങൾ അതിന്റെ ക്വാണ്ടിറ്റി എടുക്കാൻ തന്നെ നിങ്ങൾക്ക് എങ്ങനെ 1 മണിക്കൂർ എടുക്കും. ആ സമയം കൊണ്ട് ഞാൻ ഇതിന്റെ ഫുൾ എസ്റ്റിമേറ്റ് 15 മിനിറ്റിൽ എടുത്തു തരാം. എസ്റ്റിമാക്സ് വെച്ചിട്ട് വെറും 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഈ ഫുൾ ബിൽഡിങ്ങിന്റെ 10,000 സ്ക്വയർ ഫീറ്റ്, വെറും 1000 സ്ക്വയർ ഫീറ്റ് ഒന്നും അല്ല, 10,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ ഒരു ബിൽഡിങ്ങിന്റെ എസ്റ്റിമേറ്റ് എടുത്തു തരാൻ പറ്റും. അതാണ് എസ്റ്റിമാക്സിന്റെ സ്പീഡ്. അതുപോലെ ആക്യുറസി എന്ന് പറയാൻ നമുക്ക് 98% അല്ലെങ്കിൽ ഒരു 99% ആക്യുറസി ഉണ്ടാവുന്നത്. അത് ഡ്രാഫ്റ്റിംഗ് അനുസരിച്ചാണ് ആക്യുറസി പറയുന്നത്. ഡ്രാഫ്റ്റിംഗ് പക്കയാണെങ്കിൽ നിങ്ങൾക്ക് ആക്യുറസി ഏറ്റവും കൂടുതലായിരിക്കും. ഡ്രാഫ്റ്റിംഗിൽ എറർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ആക്യുറസി കുറഞ്ഞു വരും. അപ്പോൾ ഞാൻ തള്ളി മറിക്കുന്നതല്ല, അവിടെ ശരിക്കും നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഇന്നിപ്പോ കാണിച്ചു തരാം. അറ്റ് ദ എൻഡ്, മീറ്റിങ്ങിന്റെ എൻഡിലേക്ക് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് അതോടെ നമുക്ക് അവസാനിപ്പിച്ച് അങ്ങ് പോകാം. ഓക്കെ, അപ്പൊ എസ്റ്റിമാക്സിന്റെ അകത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. വേറെ എനിക്ക് പ്രത്യേകിച്ച് എസ്റ്റിമേഷന്റെ ബേസിക്സ് ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ. മാനുവൽ എസ്റ്റിമേഷൻ നിങ്ങൾക്ക് ആക്ച്വലി കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് ഇൻ കേസ് മാനുവൽ എസ്റ്റിമേഷൻ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ പറയാ, അതിന്റെ കുറച്ച് ബേസിക്സ് വെച്ച് പറഞ്ഞു തന്നിട്ട് നമുക്ക് ബാക്കി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അതായത് എസ്റ്റിമാക്സിന്റെ സെഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ഒരാള് നിങ്ങളുടെ കോർഡിനേറ്റർ ഒന്ന് എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. അതായത് നിങ്ങൾക്ക് മാനുവൽ എസ്റ്റിമേഷന്റെ ക്ലാസ്സുകൾ ആസ് പാർട്ട് ഓഫ് കരിക്കുലം കഴിഞ്ഞു എന്നൊന്ന് മെസ്സേജ് ഇടണം. എന്തായാലും എസ്റ്റിമാക്സ് ഇപ്പൊ തന്നെ തുടങ്ങത്തില്ല. ആദ്യം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സ്ട്രക്ചർ ഡിസൈൻ ആയിരിക്കും. അത് ഒരുവിധം ഒതുങ്ങിയതിനു ശേഷം നമുക്ക് എസ്റ്റിമാക്സ് വരത്തുള്ളൂ. അപ്പൊ മിക്കവാറും 1 മാസം കഴിഞ്ഞിട്ട്, ഈ മാസം അല്ല അതിന്റെ അടുത്ത മാസവും കഴിഞ്ഞിട്ടൊക്കെ നിങ്ങൾക്ക് എസ്റ്റിമാക്സ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അതിനുള്ളിൽ എസ്റ്റിമാക്സിന്റെ ക്ലാസ് അനൗൺസ് ചെയ്യുന്നതിനുള്ളിൽ എസ്റ്റിമേഷൻ നിങ്ങൾക്ക് ബേസിക്സ് കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയക്കണം. അതിനെ ബേസ് ചെയ്തിട്ട് ഒരു മാനുവൽ എസ്റ്റിമേഷൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. എന്നിട്ട് മാത്രമേ സോഫ്റ്റ്വെയർ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. കാരണം സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നടക്കുന്ന മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് മനസ്സിലാവണം. പിന്നെ സോഫ്റ്റ്വെയറിനകത്ത് നമുക്ക് കുറെ കാര്യങ്ങൾ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും.
അപ്പൊ അങ്ങനെ കസ്റ്റമൈസേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാനുവൽ എസ്റ്റിമേഷന്റെ സൈഡ് മനസ്സിലായിരിക്കണം. ഓക്കെ, അതുകൊണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഡെമോ സ്റ്റാർട്ട് ചെയ്യുവാണേ. ഇപ്പൊ ടൈം 8:50. ഇതൊരു 9:10 തീർക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒരു ഫ്ലോറിന്റെ ആണ് ഞാൻ എടുക്കുന്നത്, അധികമൊന്നുമില്ല. 10,000 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നിങ്ങളുടെ ഒരു കോളേജിന്റെ ഒരു ഓഡിറ്റോറിയത്തിന്റെ അത്രയും, ഓഡിറ്റോറിയം ഒന്നല്ല, അത്യാവശ്യം ഒരു ഫ്ലോർ ഒന്ന് ആലോചിക്കാം, അത്രയും ഉള്ള ഒരു ഏരിയ ഉള്ള ഒരു ബിൽഡിങ്ങിന്റെ ആണ് പറയുന്നത് ഞാൻ. ഇതാണ് എസ്റ്റമാക്സിന്റെ മെയിൻ പേജ്. ഇതില് സെറ്റിംഗ്സിൽ ആദ്യം നമ്മൾ ടെംപ്ലേറ്റ്സ് ചൂസ് ചെയ്യും. ഓട്ടോക്കേഡ് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഇതുപോലൊരു മെസ്സേജ് വരും, ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്ഥിരം യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് ഓൾറെഡി ടെംപ്ലേറ്റ് ഉണ്ടാകും. അപ്പോൾ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ടെംപ്ലേറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് ക്വാണ്ടിറ്റി, റേറ്റ്സ് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഓൾറെഡി പ്രിഫിക്സ് ആയിരിക്കും, അതിന്റെ യൂണിറ്റ് ഫിക്സ്ഡ് ആയിരിക്കും. റേറ്റ് അതിനനുസരിച്ച് റേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. റേറ്റ് അനാലിസിസ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് CPWD ആണോ, PWD ആണോ, വേറെ ഏതെങ്കിലും റേറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണോ, ലോക്കൽ റേറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണോ എസ്റ്റിമേറ്റ് എടുക്കണ്ടേ, ആ റേറ്റ്സ് ഓൾറെഡി പ്രിഫിക്സ്ഡ് ആയിരിക്കും. അപ്പൊ എനിക്കിവിടെ കുറേ ടെംപ്ലേറ്റ്സ് ഉണ്ട്. ഇത് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. ഇത് ഓരോ സ്റ്റേജിൽ നമ്മൾ ടെംപ്ലേറ്റ്സ് ടെസ്റ്റ് ചെയ്ത് പുതിയത് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന്റെ ലിസ്റ്റാണ് ഈ കാണുന്നത്. പിന്നെ ഓരോ ക്ലയൻസിന് വേണ്ടി ചെയ്തത്, അങ്ങനെ ഓരോ പർപ്പസിന് വേണ്ടി ചെയ്തതൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇതിൽ നിന്ന് ഒരു സാമ്പിൾ എടുക്കുവാണ്. ഈ ടെംപ്ലേറ്റ് അനുസരിച്ച് നമുക്ക് 4 സ്റ്റോറീസ് ആണ് ഇതിൽ ഓൾറെഡി ഓട്ടോമാറ്റിക് ഉള്ളത്. പൈല്, ഫൗണ്ടേഷൻ, ഗ്രൗണ്ട് ഫ്ലോർ. ഞാനിപ്പോ അസ്യൂം ചെയ്യാണ് എന്റെ ബിൽഡിംഗ് ഗ്രൗണ്ട് ഫ്ലോർ ആണെന്ന്. റിഫ്രഷ് ചെയ്തു. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാവുന്നത് ലിസ്റ്റ് ഓഫ് ഐറ്റംസ്. ഈ ഐറ്റംസ് ആയിരിക്കും എസ്റ്റിമേഷൻ കഴിഞ്ഞ് എന്റെ കയ്യിൽ ഉണ്ടാവുന്ന ക്വാണ്ടിറ്റീസിന്റെ ലിസ്റ്റ്. ഇതിൽ കൂടുതൽ എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ മാസ്റ്റേഴ്സിൽ പോയിട്ട് ഇതിനകത്ത് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഈ വർക്കുകൾ ഓൾറെഡി ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇത് ഇല്ലാത്ത എന്തെങ്കിലും ഒരു ഐറ്റത്തിന്റെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതിന്റെ ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് എസ്റ്റിമേഷന്റെ സമയത്ത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ്, ഇതിനകത്ത് കുറച്ച് ബേസിക് എൻട്രീസ് ഒക്കെ ഉണ്ട്. തൽക്കാലം ഞാൻ അതൊക്കെ സ്കിപ്പ് ചെയ്യാം. എനിക്ക് മെയിൻ ആയിട്ട് വരാ ജോയിനറി ആണ്. ഇതിൽ ഡീഫോൾട്ട് കിടക്കുന്ന ഞാൻ കളയുക. എനിക്ക് എന്റെ പുതിയ ഡ്രോയിങ്ങിന്റെ അകത്ത് നിന്ന് എടുക്കണം. ഓക്കെ, ഒറ്റ ക്ലിക്കിൽ ജോയിനറി കയറും. ഓക്കെ, വെന്റിലേറ്റർ, അത്രയും കാര്യങ്ങൾ സേവ് ചെയ്തു, ക്ലോസ് ചെയ്തു. ഇനി ജോയിനറിയുടെ കാൽക്കുലേഷൻ പോലും നിങ്ങൾക്ക് ഇത്ര ഒറ്റ സെക്കൻഡിലാണ് നിങ്ങൾക്ക് ആ ജോയിനറിയുടെ ക്വാണ്ടിറ്റി കിട്ടാൻ പോകുന്നത്. സാധാ ഒരു ജോയിനറിയുടെ ക്വാണ്ടിറ്റി നിങ്ങൾ മാനുവലിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യം ആലോചിച്ച് വെക്കുക, ഒരു സെക്കൻഡിൽ ഒരിക്കലും നിങ്ങൾക്ക് കിട്ടത്തില്ല. ഇനി റേറ്റ് അനാലിസിസ് ഒക്കെ ഇതിനകത്ത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കാം, അത് ചെയ്യേണ്ട ആവശ്യമില്ല. ക്വാണ്ടിറ്റി മാത്രം എടുത്താൽ മതി. ക്വാണ്ടിറ്റി എടുക്കാൻ ആദ്യം സ്ലാബ് വരച്ചിട്ടുണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. ബൗണ്ടറി ഉണ്ട്. ഓട്ടോകാഡില് ഫിക്സ് സ്ലാബ്. സോറി, ഈ മെത്തേഡ് അല്ല, എനിക്ക് പോളിലൈൻ യെസ് വേണം, ഔട്ടർ ബ്രിക്ക് യെസ്, സ്ലാബ് ഏരിയ യെസ്, പ്രൊജക്ഷൻ 0, സ്ലാബ് ഡെപ്ത് 12, സ്ലോപ്ഡ് അല്ല, റിഡക്ഷൻ ഏരിയ നോ. സൺഷെയ്ഡ് ഞാൻ തൽക്കാലം ത്രൂ ഔട്ട് സൺഷെയ്ഡ് കൺസിഡർ ചെയ്യാം. സ്ലാബിന്റെ ക്വാണ്ടിറ്റി കിട്ടി, അത് കഴിഞ്ഞു. ഇനി ആർടെക്സ് ക്വാണ്ടിറ്റി ആണ്. പ്രോപ്പർട്ടീസിൽ 23, 25, ഡിഫോൾട്ട് ഹൈറ്റ്. ഓക്കെ, സ്കാൻ ഫുള്ള് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് സ്കാൻ ആവാൻ കുറച്ച് സമയം എടുക്കും, കാരണം ബിൽഡിങ്ങിന്റെ സൈസ് ഉള്ളത് കൊണ്ടാണ്. ചെറിയ ബിൽഡിംഗ് ആയിരുന്നെങ്കിൽ നമുക്കൊരു 1 മിനിറ്റ് താഴെ നമുക്ക് കിട്ടും. ഇത്തിരി വലുതായത് കൊണ്ട് ഒരു 5 മിനിറ്റ് വരെയെങ്കിലൊക്കെ എടുക്കും. അപ്പൊ സ്കാൻ ചെയ്യാന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മളിത് സെർച്ച് ചെയ്ത് കൊടുത്തു. സ്കാൻ ചെയ്യാന്ന് പറഞ്ഞാല് നമുക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ട് ഈ എസ്റ്റമാക്സ് ഇതിനകത്ത് സെൻട്രൽ ലൈൻസ് വരയ്ക്കും. ഞാൻ സെൻട്രൽ ലൈൻസ് വരച്ച പോർഷൻ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. അത് കണ്ടോ,
സെൻട്രൽ ലൈൻസ് വരയ്ക്കുവാണെങ്കിൽ കാണാം. അതായത് ഒരു വോൾ ഉണ്ടെങ്കിൽ അതിന് നടുക്കൂടി ലൈൻസ് വരച്ചു പോകും. ആ ലൈനിന്റെ ലെങ്ത് ഇൻറ്റു വിത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് വോൾ എടുക്കുന്നത്. അതാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന പ്രിൻസിപ്പിൾ. അപ്പൊ അതിനെ ബേസ് ചെയ്ത് ഇതിൻ്റെ അകത്ത് ഫുൾ അത് സെൻട്രൽ ലൈൻ വരയ്ക്കും. ഈ സെൻട്രൽ ലൈൻ വരച്ച് ആ സെൻട്രലിൽ നിന്നാണ് ബ്രിക്കിന്റെ ക്വാണ്ടിറ്റി, പ്ലാസ്റ്ററിങ്ങിന്റെ ക്വാണ്ടിറ്റി, അങ്ങനെ കുറെ ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള കുറെ ക്വാണ്ടിറ്റീസ് നമുക്ക് കിട്ടുന്നത്. ഈവൻ നമ്മളുടെ ജോയിനറിയുടെ എത്ര വെന്റിലേറ്റർ ഉണ്ട്, എത്ര വിൻഡോ ഉണ്ട്, എത്ര ഡോർ ഉണ്ട്, അതിന്റെ വരെയും ക്വാണ്ടിറ്റി എടുക്കുന്നത് ഈ ഒരു സ്കാനിലാണ്. നമ്മുടെ സ്കാൻ കഴിഞ്ഞു, അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്കാൻ നമുക്ക് സ്ട്രക്ചറിന്റെ ചെയ്യാനുണ്ട്. ഇത് ഓക്കെ കൊടുക്കുക. ഇതിനകത്ത് നമുക്ക് ചിലപ്പോ കോളത്തിന്റെ പോർഷനിലൊന്നും നിങ്ങൾ ഓട്ടോമാറ്റിക് ട്രിം ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അതിന്റെ കുറച്ച് കറക്ഷൻസും ഉണ്ട് കേട്ടോ. ഫൈൻഡ് ഓവർലാപ്പിംഗ് സെൻട്രൽ ലൈൻസ്. അപ്പൊ ഓവർലാപ്പ് ചെയ്യുന്ന സെൻട്രൽ ലൈൻസ് കണ്ടുപിടിച്ച് സോഫ്റ്റ്വെയർ തന്നെ അത് റിമൂവ് ചെയ്യും. പിന്നെ നമുക്ക് ട്രിം ചെയ്യണം. ബ്രിക്ക് ലൈൻസ് കോളത്തിനകത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ട്രിം ചെയ്ത് കളയാനുള്ള ഇതാണ്, ഓപ്ഷനാണ്. അതിപ്പോ റൺ ചെയ്തുകൊണ്ടിരിക്കുക. ഇനി അടുത്ത വരുന്നതെന്ന് വെച്ചാല് ബ്രിക്ക് ലൈൻസ് ബ്രേക്ക് ആയി പോയിട്ടുണ്ടെങ്കിൽ റീജോയിൻ ചെയ്യാനുള്ളത്. അത് ഓരോ സ്റ്റെപ്പ് വൈസ് ആണ് ചെയ്യേണ്ടത്. ആ ഓർഡർ ചെയ്തില്ലെങ്കിൽ നമുക്ക് അതിന്റെ റിസൾട്ട് കറക്റ്റ് കിട്ടത്തില്ല. ഇനി ലാസ്റ്റ് കറക്റ്റ് ജംഗ്ഷൻസ്, അതായത് ജംഗ്ഷൻസിൽ എന്തെങ്കിലും ലൈൻസ് മിസ്സിംഗ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ കാണാം വാള്, ഡോറ്, വിൻഡോ, വെന്റിലേറ്റർ, ഇത്രയും ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞു. നമുക്ക് എപ്പോഴെങ്കിലും ഇത്രയും ഫാസ്റ്റ് എസ്റ്റിമേറ്റ് എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഒറ്റ ഒരു മുറിയുടെ ഒരു ബോക്സിന്റെ മാത്രം നമുക്ക് ഇത്ര സ്പീഡിൽ എസ്റ്റിമേറ്റ് മാനുവലി എഴുതി എടുക്കാൻ പറ്റത്തുള്ളൂ. അത് എസ്റ്റിമേഷൻ ചെയ്ത ആൾക്കാർക്ക് അത് മനസ്സിലാവും. നിങ്ങൾ അത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ആ സിലബസിൽ നിങ്ങൾക്ക് ആ പോർഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി ഇത് ക്ലോസ് ചെയ്തിട്ട് ജസ്റ്റ് ഇപ്പൊ ഇത്രയും നേരം ക്വാണ്ടിറ്റീസ് 0 ആണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ റിഫ്രഷ് ചെയ്യുമ്പോഴത്തേക്കും കണ്ടോ ഇതിനകത്ത് സൺഷെയ്ഡിന്റെ ക്വാണ്ടിറ്റി, ബ്ലോക്ക് വർക്ക്, ബ്രിക്ക് വർക്ക്, വിൻഡോസ്, ഡോറിന് എത്ര ലോക്ക് ഉണ്ടെന്ന് വരെ നമുക്ക് ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ള സ്ട്രക്ചർ എലമെന്റ്സിന്റെ ക്വാണ്ടിറ്റി ആണ്. അതിൽ വീണ്ടും പ്രോപ്പർട്ടീസ് ഒന്ന് ചെക്ക് ചെയ്യണം എനിക്ക്. ഓക്കെ, പ്രോപ്പർട്ടീസിൽ എനിക്ക് വിഡ്ത്ത് ഒന്ന് മാറ്റാനുണ്ട്. ഡെപ്ത് ഒരു 50. വേരിങ് വിഡ്ത്തും ഡെപ്ത് ഒക്കെ ആണെങ്കിൽ അതിനും ചെറിയ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. തൽക്കാലം ഞാൻ എല്ലാം സെയിം ആയിട്ട് അസ്യൂം ചെയ്തുകൊണ്ടാണ് അങ്ങനെ തന്നെ എടുക്കുന്നത്. വേരിങ് ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനനുസരിച്ച് മാറ്റിയെടുക്കാം. ഓക്കെ, സ്ട്രക്ചർ പ്ലാനും ആർട്ട് പ്ലാനും രണ്ടായിട്ടേ വെക്കുള്ളൂ. ഇത് ലിങ്ക്ഡ് ആയിട്ട് വെക്കത്തില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, മേളിൽ വെക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അപ്പൊ കോളത്തിന്റെ ക്വാണ്ടിറ്റി കയറത്തില്ല. അങ്ങനെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് ഇതിപ്പോ വേറെ വെച്ചേക്കുന്നത്. കോളം ഇവിടെ ഓൾറെഡി സ്കാൻ ചെയ്തുകൊണ്ട് ലെയറിന്റെ പ്രോപ്പർട്ടി നെയിമും ചെറുതായിട്ടൊന്ന് മാറും. അപ്പൊ നമുക്ക് വീണ്ടും സ്ട്രക്ചർ സ്കാൻ ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ ഡിറ്റക്ട് ആവത്തില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഇത് സ്പ്ലിറ്റ് ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം പറയാൻ തിരുത്തുണ്ട്. ഓക്കെ, ഇനി ഇതും കൂടി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആർട്ടിസ്റ്റ് ക്വാണ്ടിറ്റി കഴിഞ്ഞു, സ്ട്രക്ചർ ക്വാണ്ടിറ്റി കഴിഞ്ഞു, ജോയിനറി കഴിഞ്ഞു, ഒരുവിധം A to Z പ്രൊജക്ട് കഴിഞ്ഞു. എസ്റ്റിമേഷൻ ഞാൻ 8:50 സ്റ്റാർട്ട് ചെയ്തതാണ്. 9 മണിയാകാൻ ഇനി ഒരു മിനിറ്റ് കൂടി ഉള്ളൂ. നമുക്കൊരു 9:02 വരെയൊക്കെ എടുക്കുമെന്ന് വിചാരിക്കാം. എനിക്കിന്ന് ഫീൽഡൊക്കെ ചെയ്യാനുണ്ടല്ലോ. ഒരു 15 മിനിറ്റ് നമുക്ക് ഒരു എസ്റ്റിമേറ്റ് എടുത്ത് കൊടുക്കാം. ഒരു ഫുൾ ബിൽഡിങ്ങിന്റെ ഏകദേശം ഒരു 90%, 95% ആക്യുറസിയോടെ എടുത്തു കൊടുക്കാൻ പറ്റും. ഇത്ര ഫാസ്റ്റ് ആയിട്ട് എസ്റ്റിമേഷൻ ചെയ്യണമെങ്കിൽ മാനുവലി ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. സോഫ്റ്റ്വെയർസ് തന്നെ വേണം. എന്റെ അറിവിൽ വളരെ ചുരുക്കം സോഫ്റ്റ്വെയർസ് ഇതിന് അവൈലബിൾ ആയിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് എസ്റ്റിമേഷൻ എടുക്കണം എന്ന് തന്നെ ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണമാണ് എസ്റ്റിമാക്സ്. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നല്ല എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതും നന്നായി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എസ്റ്റിമാക്സ്. ഏതൊക്കെ പ്രോജക്റ്റ് ഇപ്പൊ നേരത്തെ കണ്ട ഓട്ടാങ്ങിന്റെ പ്രോജക്റ്റ് നമുക്ക് കസ്റ്റമൈസ് വെച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ അത് കസ്റ്റമൈസ് ചെയ്ത് വരുമ്പോൾ കുറച്ച് സമയം എടുക്കും. ഈ കസ്റ്റമൈസ് ചെയ്ത് സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓട്ടോക്കാഡ് എടുത്തേന്നേ ഉള്ളൂ. പക്ഷെ ഇനി അങ്ങനെ സിമിലർ കുറെ പ്രോജക്ട്സ് വരും എന്നുള്ള ആൾക്കാർക്ക് കസ്റ്റമൈസ് ചെയ്ത് ടെംപ്ലേറ്റ് ആക്കി ഉണ്ടാക്കി വെച്ചാൽ പിന്നീട് ആ ടെംപ്ലേറ്റ് വെച്ചിട്ട് ഇതുപോലെ ഒരു സ്കാൻ ചെയ്താൽ പെട്ടെന്ന് കിട്ടും ക്വാണ്ടിറ്റീസ്.
ഇതുപോലത്തെ എനിക്ക് എത്ര ബിൽഡിംഗ് വേണമെങ്കിലും സ്കാൻ ചെയ്യാം, കാരണം ഇതിന്റെ ടെംപ്ലേറ്റ്സ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചേക്കുക. അപ്പൊ നിങ്ങൾക്ക് സിമിലർ പ്രോജക്ട്സ് വരുന്ന കേസുകളിൽ അങ്ങനെ ടെംപ്ലേറ്റ് ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വെച്ചാൽ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാണ്. കോംപ്ലിക്കേറ്റഡ് ഇക്വേഷൻസ് നോക്കണ്ട, കാൽക്കുലേഷൻസ് ചെക്ക് ചെയ്യണ്ട, ഇത് റീചെക്ക് ചെയ്യുന്ന ആൾക്കും എളുപ്പമാണ്. സിമ്പിൾ ആയിട്ട് പോയിട്ട് ഈ കാൽക്കുലേഷൻസിൽ ക്വാണ്ടിറ്റിയിൽ സ്കാൻ ടാബിൽ പോയിട്ട് കണ്ടോ ഇങ്ങനെ ഓരോന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി, നമുക്ക് അത് വെച്ചിട്ട് ക്വാണ്ടിറ്റീസ് എടുക്കാൻ പറ്റും. അയ്യോ ഇതിനകത്തെ ഞാൻ ചെറുതായിട്ട് കോളത്തിന്റെ പേരിടാൻ മറന്നുപോയി, അതുകൊണ്ട് കോളം സെലക്ട് ആയില്ല. ഓക്കെ, അതിപ്പോ കുഴപ്പമില്ല, കോളത്തിന്റെ ക്വാണ്ടിറ്റി ചെറുതായിട്ട് കയറത്തില്ലാന്നേ ഉള്ളൂ. സ്കാൻ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ശ്രദ്ധിച്ചില്ല, പ്രോപ്പർട്ടീസിൽ കോളത്തിന്റെ പേര് കിടക്കുന്നത് തെറ്റായിരുന്നു. ഇനി സ്കാൻ ചെയ്താലേ ബീമിന്റെ ക്വാണ്ടിറ്റി ഒക്കെ കയറി വരും. നോക്കട്ടെ അല്ലാണ്ട് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. നോക്കാം, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ചിലപ്പോ സക്സസ് ആവും, ചിലപ്പോ ആവാറില്ല. കാര്യം വലിയ ഫയൽ ആയതുകൊണ്ടാണ് എനിക്കൊരു സംശയമുള്ളത്. കോളം കയറുന്നുണ്ടെന്ന് തോന്നുന്നു. കയറിയല്ലോ. ഇല്ല, അത് ഒരു തവണ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കയറിയില്ലെങ്കിലേ പിന്നെ കയറാൻ ഇത്തിരി പാടാം. ഒന്നില്ലെങ്കിൽ സ്കാൻ മൊത്തത്തിൽ കളഞ്ഞിട്ട് ഒന്നേന്ന് എടുക്കണം. തൽക്കാലം ഇപ്പൊ ഞാൻ അതിന് പോകുന്നില്ല. എന്തായാലും ഇത്രയും സമയം മതി, 15 മിനിറ്റ് മതി. ചെറിയ ബിൽഡിംഗ് അല്ല, അത്യാവശ്യം വലിപ്പമുള്ള ഒരു അപ്പാർട്ട്മെന്റ് തന്നെയാണ് നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റിയ. ഇത്രയും വലിയൊരു ബിൽഡിങ്ങിന്റെ എസ്റ്റിമേഷൻ എടുക്കാൻ. ഇനി ഇത് കൂടാണ്ട് ടൂൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്കിപ്പോ വേരിയിങ് ക്വാണ്ടിറ്റീസ് ഇല്ലേ, അതായത് ഇപ്പോ കിച്ചൺ സ്ലാബിന്റെ ക്വാണ്ടിറ്റി, പിന്നെ ബാത്റൂമിന്റെ ഡാഡോ, ഇതൊക്കെ നമുക്ക് വേരിയിങ് ക്വാണ്ടിറ്റീസാ. ഇതൊന്നും നമുക്ക് എല്ലാ പ്രൊജക്ട്സിനും സെയിം ആയിരിക്കുന്നില്ല. അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസ് എടുക്കാൻ വേണ്ടിയാണ് CAD യൂട്ടിലിറ്റീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉള്ളത്. അത് ഓട്ടോമാറ്റിക് അതിൽ നിന്ന് ക്വാണ്ടിറ്റി കയറിക്കോളും, അത് വെച്ച് ബാക്കി കാൽക്കുലേഷൻസ് കയറിക്കും. ആ കോളം കൂടി ശരിയായിരുന്നെങ്കിൽ നമുക്ക് മൊത്തത്തിൽ കാണാമായിരുന്നു. കണ്ടോ, അപ്പൊ ഇതിനകത്ത് പല ലെയേഴ്സ് ഉണ്ട്, പലതും പല ക്വാണ്ടിറ്റീസിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ലെയറുകളാണ്. ആ ഡ്രോയിങ്ങിൽ അത്രയും ലെയേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു പ്രോപ്പർ ആർട്ടിടെക്ചർ ഡ്രോയിങ്ങിൽ മിക്കവാറും അത്രയും ലെയേഴ്സ് ഉണ്ടാവാറുണ്ട്. എന്നാലേ നമുക്ക് പ്രോപ്പർ ആയിട്ട് ആ ബിൽഡിങ്ങിന്റെ എല്ലാ എലമെന്റ്സും റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ എല്ലാ ക്വാണ്ടിറ്റിയും കയറി. നമുക്കൊരു ബിൽഡിങ്ങിൽ മേജറായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഒരു 15 മിനിറ്റ് കൊണ്ട് എടുക്കാൻ പറ്റുക പറയുന്നത് ഒരു ലക്ഷറി തന്നെയാണ് ശരിക്കും പറഞ്ഞാല്. അപ്പൊ നമുക്ക് ഒരു വീട് പണിയണം, അതിനൊരു ഫ്ലോറ് വേണോ? ഇപ്പൊ ഒരു അപ്പാർട്ട്മെന്റ് പണിയുന്ന ഒരാളുടെ ബഡ്ജറ്റ് ഒരു 10 കോടിയാണെന്ന് വിചാരിക്കാം. അപ്പൊ അയാൾക്ക് ഒരു ഫ്ലോറും കൂടി പണിയാനുള്ള ബഡ്ജറ്റ് ഉണ്ടോ എന്ന് നമുക്ക് അയാൾക്ക് മനസ്സിലാവണമെങ്കിൽ ഓരോ ഫ്ലോറിന്റെയും ക്വാണ്ടിറ്റി എടുത്ത് നോക്കിയാൽ മതി. പുള്ളിക്ക് എത്രയാണ് ഏകദേശം ഒരു ഫ്ലോറിന് വേണ്ടി വരാ എന്ന് മനസ്സിലാവും. ഇപ്പൊ ഇത് ഒരു ഇത് 20,000 1 കോടി അടുത്ത് വരുന്ന ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. ഒരു ഫ്ലോർ 1 കോടി. അപ്പൊ അയാൾക്ക് എത്ര കോടി വേണം? 10 കോടി ഉണ്ടെങ്കിൽ അയാൾക്ക് ഫൗണ്ടേഷൻ ഉൾപ്പെടെ 8 നില ഒക്കെ ആയിരിക്കും പണിയാൻ പറ്റുക. 9 നമുക്ക് തികച്ച് പറയാൻ പറ്റത്തില്ല. അതിനകത്ത് കുറെ ഇന്റീരിയർ വർക്ക്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അപ്പൊ അയാളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് എത്ര ഫ്ലോർ പണിയാമെന്നോ, അല്ലെങ്കിൽ എന്തോരം വലിയ ബിൽഡിംഗ് പണിയാം, എന്തൊക്കെ എലമെന്റ്സ് വെക്കാം, എന്തൊക്കെ എലമെന്റ്സ് കുറയ്ക്കണം, അങ്ങനെയുള്ള ഫുൾ കാര്യങ്ങളിൽ ഒരു പ്രിലിമിനറി എസ്റ്റിമേറ്റ് തന്നെ നമുക്ക് ഇവിടെ കിട്ടി. ഇനി ഇതിലും ഡീറ്റെയിൽ ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇതിനെ റെവിറ്റിലേക്ക് കൊണ്ടുപോയിട്ട് അങ്ങനെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് ചെയ്യാം. റെവിറ്റിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ഒരു സാമ്പിൾ ഡെമോ അന്ന് സാർ തന്നായിരുന്നു. എന്നാലും ഞാൻ ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോകാം. നമ്മള് 3D മോഡൽ ചെയ്യാന്നുള്ളത് തന്നെയാണ്. പക്ഷെ നമുക്ക് റെവിറ്റിൽ ഒരു മോഡൽ ചെയ്യാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ ഒരു സൈസിലുള്ള ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 1 ആഴ്ച 2 ആഴ്ച എന്തായാലും വേണ്ടി വരും. അത് രാത്രി രാവിലേക്ക് വേണ്ടി വരും. അത്രയും സമയം നമുക്ക് കളയാനുള്ളത് കൊണ്ട് അതിനൊരു കുറുക്ക് വഴിയാണ് പ്ലഗിൻസ് യൂസ് ചെയ്ത് ചെയ്യാന്നുള്ളത്. റെവിറ്റിന് പല പ്ലഗിൻസും ഉണ്ട്. അതിലൊരു ടൈപ്പ് പ്ലഗിൻ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തതാണ്. അതിന്റെ പേര് റെവിറ്റ് ടു എസ്റ്റിമാക്സ് പ്ലഗിൻ തന്നെയാണ് കേട്ടോ, വേറെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ഓക്കെ, ആദ്യ സ്റ്റെപ്പ് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുക. ഇപ്പൊ കണ്ട പോലെ പ്രോജക്റ്റില് ആർട്ടിടെക്ചർ ലെയർ സെപ്പറേറ്റ്, സ്ട്രക്ചർ ലെയർ സെപ്പറേറ്റ്, പിന്നെ എന്റെ ജോയിന്റ് ടേബിൾ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ നമുക്ക് നേരെ എസ്റ്റിമാക്സിൽ പോയിട്ട് സ്കാൻ ചെയ്യാം. സ്കാനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ERP-യിൽ അപ്ലോഡ് ചെയ്യുന്ന സ്റ്റെപ്പ് ഉണ്ട്. ERP ആയിട്ട് കണക്ട് ചെയ്യാണ്ട് നേരിട്ട് നമുക്ക് ഇതിനൊരു ഫയലായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇപ്പൊ റെവിറ്റിൽ കൊണ്ടുപോകാം. അങ്ങനെ ഒരു അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പുതിയ പ്ലഗിനില്. റെവിറ്റിൽ ചെന്ന് കഴിഞ്ഞാല് ബേസിക് നമ്മൾ അതിന്റെ സെറ്റിംഗ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് അപ്ലോഡ് ഫ്രം അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ഫയൽ ഫ്രം എസ്റ്റിമാക്സ് എന്നുള്ള ഓപ്ഷനിൽ ഇതിന്റെ ബേസിക് ഡാറ്റ ഫില്ല് ചെയ്ത് കൊടുത്താൽ
ഈ ഫയല് കിട്ടും. ഞാൻ ഈ PPT കാണിക്കാൻ എടുത്ത സമയം, അതായത് 1 മിനിറ്റ് 2 മിനിറ്റ് സമയത്തേക്കുള്ളിൽ നിങ്ങൾക്ക് അതിന്റെ 3D ചെയ്യാനുള്ള അത്യാവശ്യം ബേസിക് എല്ലാം കിട്ടും. വാള് കിട്ടും, ജോയിനറി ഓപ്പണിങ്സ് കിട്ടും, ബീം കോളം ജംഗ്ഷൻ ലേഔട്ട് കിട്ടും. ഇതെല്ലാം ഒന്ന് ജസ്റ്റ് അസംബിൾ ചെയ്യില്ലേ, നമ്മൾ ലീഗോ കളിക്കത്തില്ലേ, എല്ലാം പറക്കി പറക്കി വെക്കും. അതേപോലെ റെവിറ്റിന്റെ പ്ലാറ്റ്ഫോമിൽ ഒന്ന് ജസ്റ്റ് പറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ഒരു ബിൽഡിംഗ് 3D എടുക്കാൻ പറ്റും. ഇതിനെടുക്കുന്ന സമയം ബേസിക്കലി ഒരു 3-4 മണിക്കൂർ മതി. 2 ആഴ്ച എന്നുള്ളത് 3-4 മണിക്കൂറിലേക്ക് നമുക്ക് ചുരുക്കാൻ പറ്റും. ആ ഒരു സ്പീഡ് നമുക്ക് കിട്ടും. ഇത് പല കാര്യങ്ങൾക്കും ഉപകാരപ്പെടും. പ്രൊജക്ട്സിലെ പല ക്ലാഷസ്, സ്ട്രക്ചർ ഡിസൈനിൽ ഒരു ബീം ആവശ്യമില്ലാണ്ട് പ്രൊജക്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ബീമിന്റെ റിപ്പോസിഷൻ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിനെ ബേസ് ചെയ്തിട്ട്. അല്ല, ഒരു ബീമും ഡക്റ്റും ആയിട്ട് കൊളൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, സർവീസ് ഡക്റ്റ് ആയിട്ട് കൊളൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ലിഫ്റ്റിലെ ഒരു ബീമിന്റെ പൊസിഷൻ അത് ഓക്വേർഡ് ആണ്, അല്ലെങ്കിൽ ലിഫ്റ്റ് പ്ലേസ് ചെയ്യാനത് ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങനെ. യൂഷ്വലി ഇതൊക്കെ നമ്മൾ മനസ്സിൽ കണ്ട് ആലോചിച്ച് വിഷ്വലൈസ് ചെയ്യാൻ നോക്കേണ്ടി വരും. ഇതെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി 3D ഉണ്ട്, റെഫർ ചെയ്താൽ മാത്രം മതി, എളുപ്പമാണ് കുറച്ചും കൂടി കാര്യങ്ങൾ. ഓക്കെ, സോ എസ്റ്റിമേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ബേസിക്സിനെ കുറിച്ച് പറഞ്ഞു, മാനുവൽ എസ്റ്റിമേഷനെ കുറിച്ച് പറഞ്ഞു, അതിന്റെ ബേസിക് വരുന്ന റെഫറൻസ് ഡൽഹി അനാലിസിസ് ഓഫ് റേറ്റ്സിനെ കുറിച്ച് പറഞ്ഞു, കോൺഫിഡൻസിനെ കുറിച്ച് പറഞ്ഞു, യൂണിറ്റ്സിന്റെ ഇമ്പോർട്ടൻസ് ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ എസ്റ്റിമാക്സിന് ഒരു ട്രയൽ ഡെമോ നോക്കി. അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇപ്പൊ നോക്കിയത് അത് 3D ആയിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് എസ്റ്റിമേഷൻ ആക്യുറസി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതാണ്. എസ്റ്റിമേഷനിൽ മാത്രമല്ല, പ്രൊജക്ടിന്റെ പ്ലാനിങ്ങിൽ, അതിന്റെ എക്സിക്യൂഷനിലൊക്കെ 3D മോഡൽ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇത് സ്ട്രക്ചർ ഡിസൈനിന്റെ അത്രയും കോംപ്ലിക്കേറ്റഡ് അല്ല. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഉള്ളത് കൊണ്ട് തന്നെ ചെയ്യാൻ ഭയങ്കര സിമ്പിൾ ആണ്. കുറച്ച് ബേസിക് പ്രൊസീജിയേഴ്സ് മാത്രം നമ്മൾ ഓർത്തു വെച്ചാൽ മതി. കൂട്ടത്തിലെ ഏറ്റവും സിമ്പിൾ സോഫ്റ്റ്വെയർ ഒപ്റ്റിമാക്സ് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ എസ്റ്റിമാക്സും, അത് കഴിഞ്ഞാൽ ആഡ്സ്ട്രോ ആണ്. ഞങ്ങളുടെ സോഫ്റ്റ്വെയർസിന്റെ കോംപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഏറ്റവും സിമ്പിൾ ഒപ്റ്റിമാക്സ് അടുത്ത ദിവസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് അതിന്റെ ബേസിക്സ് ഒക്കെ ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇന്നിപ്പോ ഇത്രയേ ഉള്ളൂ. അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു. മനസ്സിലാവാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഞാൻ പഠിപ്പിക്കുന്നത് ക്ലിയർ ആവുന്നില്ല, കുറച്ച് സ്പീഡ് കൂടുതലാണ്, അങ്ങനെ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിലും പറയാം കേട്ടോ. അത് വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഞാനൊരു പ്രൊഫഷണൽ ടീച്ചർ അല്ല, ഞാനൊരു പ്രൊഫഷണൽ എഞ്ചിനീയർ ആണ്. അപ്പോൾ എനിക്ക് പറയുന്നതും പഠിപ്പിക്കുന്നതും ഒരു ടീച്ചറുടെ ലെവലിലേക്ക് എത്തണം എന്നില്ല. സോ നിങ്ങളുടെ ഫീഡ്ബാക്ക് ആയിരിക്കും എന്നെ ഹെൽപ്പ് ചെയ്യുക ആ കാര്യത്തിൽ. ഓക്കെ, അപ്പൊ ശരി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡ്യൂൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡെമോസ് എല്ലാം വെക്കുന്നത്. ഡെമോസ് കാണാൻ നോക്കുക, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്താണ് നിങ്ങളുടെ പ്രൊഫഷൻ. അതായത് നിങ്ങൾ ബിടെക് പാസ് ഔട്ട് ആകുമ്പോൾ ക്ലൂലെസ് ആയിരിക്കരുത്. നിങ്ങൾക്ക് ഏത് ഫീൽഡിൽ പിടിക്കണം എന്ന് നല്ല ക്ലാരിറ്റി ഉണ്ടാവണം. എന്നാലേ നിങ്ങൾക്ക് ഒരു ജോലി എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ റാൻഡം കുറെ ജോലികൾക്ക് അപ്ലൈ ചെയ്യുന്ന പോലെ ആയിരിക്കും. ഫൈനലി നിങ്ങൾക്ക് അതിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ഒരു സാറ്റിസ്ഫാക്ഷനോ ഫീലിങ്ങോ ഉണ്ടാകത്തില്ല. ഞാൻ അത് മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പല ജോബ്സ് ചെയ്തു നോക്കിയിട്ടുണ്ട്. ഒരു ഇയർ തന്നെ 4 ജോബ്സ് ചെയ്തു നോക്കിയിട്ടുണ്ട്. പക്ഷെ സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ നമുക്കത് എല്ലാ ദിവസവും ചെയ്യണം എന്നൊരു ഫീലിംഗിലേക്ക് നമുക്ക് വരാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ആ ജോബ് ചെയ്തുകൊണ്ട് പൈസയല്ല, നമുക്കൊരു പേഴ്സണലി ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരത്തില്ല. അപ്പൊ അങ്ങനെ പേഴ്സണലി നിങ്ങൾ കണ്ടന്റ് ആണ്, നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയേക്കാൾ കൂടുതൽ നിങ്ങൾ ഹാപ്പിയാണ്, നിങ്ങളുടെ വർക്കിന് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഐഡന്റിഫൈ ചെയ്യണം സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഏത് സ്ട്രീം അല്ലെങ്കിൽ ഏത് ഏരിയ ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു സ്ട്രീമിൽ വെച്ചാലേ നമുക്ക് അടുത്തടുത്ത സ്ട്രീമിലേക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ സ്റ്റാർട്ടിങ് ശരിക്കും ഞാൻ സ്പെഷ്യലൈസ് ചെയ്ത സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ആണെങ്കിലും ഇവിടെ വന്ന് ഞാൻ ആദ്യം ജോയിൻ ചെയ്യുന്നത് എസ്റ്റിമേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ്. എസ്റ്റിമേഷനിൽ നിന്ന് ഞാൻ പിന്നെ ജോയിൻ ചെയ്യുന്നത് BBS, ബാർ ബെൻഡിങ് ഷെഡ്യൂള്. പിന്നീടാണ് ഞാൻ സ്ട്രക്ചർ ഡിസൈനിലേക്ക് പോകുന്നത്. അപ്പൊ എനിക്ക് കുറെ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഏരിയാസ് മാറ്റി മാറ്റി ട്രൈ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒട്ടും ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുമില്ല. അങ്ങനെയുള്ള ഒരു കമ്പനി ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ 4 വർഷത്തോളം ഇത്രയും വർക്ക് ചെയ്തത്. യൂഷ്വലി എൻ്റെ ഒരു പാറ്റേൺ വെച്ചിട്ട് ഞാൻ പെട്ടെന്നൊന്ന് റിസൈൻ ചെയ്ത് പോകേണ്ട ഒരാളായിരുന്നു. പക്ഷെ എനിക്ക് കുറെ റോബസ്റ്റ് ആയിട്ടുള്ള ഡിഫറെന്റ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഡിഫറെന്റ് പ്രോജക്ട്സ് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു ലെവൽ എക്സ്പീരിയൻസ്, അതുപോലെ എന്നെ ഗൈഡ് ചെയ്യാൻ 25 ഇയേഴ്സ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എഞ്ചിനീയറും ഉണ്ട്. അപ്പോൾ രജിസ്റ്റർ ഉള്ള ഒരു ധൈര്യം നമുക്ക് ഉറപ്പായിട്ടും അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. എൻ്റെ ഈ ഫോമിംഗ് ഇയേഴ്സിൽ ഒരിക്കലും ഒരു സിവിൽ എഞ്ചിനീയർ പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവുന്നില്ല. ആ ആള് വർക്കിനിറങ്ങി
ഇന്ററാക്ട് ചെയ്ത് പഠിച്ച് ഒരു 4-5 കൊല്ലം കൊണ്ടേ ഒരു പ്രോപ്പർ എഞ്ചിനീയർ ആവാൻ പറ്റത്തുള്ളൂ. ബാക്കി എല്ലാ ഫീൽഡിലും നിങ്ങൾ പാസ് ഔട്ട് ആൻഡ് യു ആർ എഞ്ചിനീയർ. പക്ഷേ സിവിൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾ പാസ് ഔട്ട് ആയാലും നിങ്ങളൊരു കംപ്ലീറ്റ് എഞ്ചിനീയർ ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അത് പേഴ്സണലി എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുവാണ്. നിങ്ങൾക്ക് പഠിച്ച പല കാര്യങ്ങളും എവിടെ അപ്ലൈ ചെയ്യണമെന്ന് മനസ്സിലായി ആ ഒരു എക്സ്പീരിയൻസിലേക്ക് എത്തിയാലേ നിങ്ങൾ ഒരു കംപ്ലീറ്റ് എഞ്ചിനീയർ ആവത്തുള്ളൂ. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഏരിയ ഫോക്കസ് അല്ലെങ്കിൽ ഏരിയ ഫീൽഡിൽ. അപ്പൊ ഏത് ഫീൽഡ് ചൂസ് ചെയ്യണമെന്ന് തന്നെ നിങ്ങളിപ്പോ ഈ പഠിക്കുന്ന സമയത്തുള്ള നിങ്ങളുടെ ഇൻട്രസ്റ്റ്, ഏത് സബ്ജക്റ്റാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ക്യാച്ച് ചെയ്തത്, ആ ഏരിയ എങ്ങനെയുണ്ടാവും, ആ ഏരിയയിലെ ഫ്യൂച്ചർ പ്രോസ്പെക്റ്റീവ്സ് എങ്ങനെയാണ്, ജോലി കിട്ടാൻ സാധ്യതയുള്ളത് എങ്ങനെയാണ്, നിങ്ങൾക്ക് എബ്രോഡ് പോവാൻ അത് ഹെൽപ്പ് ചെയ്യുമോ, അല്ലെങ്കിൽ ഇവിടെ നാട്ടിലാണ് ജോലി കണ്ടുപിടിക്കുന്നതെങ്കിൽ നാട്ടിൽ അതിന്റെ ഓപ്ഷൻസ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ്, ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ട സമയം ഏകദേശം അടുത്തു തുടങ്ങി. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇയേഴ്സ് നിങ്ങൾക്ക് അത്രയും ഫോക്കസ് ചെയ്യുകയോ ഓറിയന്റ് ചെയ്യേണ്ടോ ആവശ്യമില്ല. 3rd and 4th ഇയറിൽ നിങ്ങൾ ഏകദേശം ആ ഏരിയയിലോട്ട് വന്നു തുടങ്ങണം. എന്നാലേ നിങ്ങൾക്ക് ഭാവിയിൽ ഈ എഞ്ചിനീയറിംഗ് പഠിച്ചു എന്ന് പറയുന്നതിൽ ഒരു ഗുണം ഉണ്ടാകത്തുള്ളൂ. ഇല്ലെങ്കിൽ അലഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾ പല സ്ഥലത്തും അലഞ്ഞുകൊണ്ടിരിക്കും, കറക്റ്റ് ആ ഫോക്കസ് കിട്ടുന്നവരേക്കും. എനിക്ക് ആദ്യം പറ്റിയത് അതാ, എൻ്റെ ഫോക്കസ് കറക്റ്റ് ആവുന്നവരേക്കും ഞാൻ അലഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ അതൊന്നും നെഗറ്റീവായിട്ട് എനിക്ക് പോയിട്ടില്ല കേട്ടോ. എല്ലാം ഒരു എക്സ്പീരിയൻസാണ്. ഞാൻ ഡ്രാഫ്റ്റിംഗ് അത് കാരണം ക്ലിയർ ആയിട്ട് പഠിച്ചു. ഡ്രാഫ്റ്റിങ്ങിന്റെ സ്പീഡ് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. പിന്നെ ഞാൻ കൺസ്ട്രക്ഷൻ നന്നായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങി. സൈറ്റിൽ ആക്ടിവിറ്റീസ് എങ്ങനെ കോർഡിനേറ്റ് ചെയ്യുന്നത് പഠിക്കാൻ പറ്റി. പിന്നെ ആർക്കിടെക്ചർ പരമായിട്ട് കുറച്ച് ആർക്കിടെക്ചറൽ ആയിട്ടുള്ള വർക്ക്സിലൊക്കെ ഇൻവോൾവ് ചെയ്തപ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ്, എസ്തെറ്റിക്സിന്റെ എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി. പല ജോബ്സ് വർക്ക് ചെയ്താൽ എനിക്ക് റിഗ്രറ്റ് ഒന്നും ഇല്ല കേട്ടോ. അതൊന്നും ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചത് കൊണ്ട് ഇപ്പോൾ എനിക്ക് അതെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ സോ നിങ്ങളുടെ ഏരിയ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അത് കണ്ടുപിടിക്കാനുള്ള ഒരു വീക്കാണിത്. ഏത് ഏരിയയിലാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഏതിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്, ഏതിലാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് ഈ ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സസ് ഒന്ന് കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഫോക്കസ് ചെയ്ത് ചെയ്യുക. എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല കാര്യം. ഒരു കംപ്ലീറ്റ് എഞ്ചിനീയർ ആവാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷെ അത് നിങ്ങൾക്ക് ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു പോർഷൻ ഫോക്കസ് ചെയ്ത് അതിൽ വർക്ക് ചെയ്യാൻ നോക്കാം. ഏറ്റവും സിമ്പിൾ എസ്റ്റിമാക്സ് ആയതുകൊണ്ട് ഞാൻ അത് മാത്രമേ ചെയ്യത്തുള്ളൂ എന്ന് വിചാരിച്ചാൽ, ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ളത് ക്വാണ്ടിറ്റി സർവേയർ ആൻഡ് എസ്റ്റിമേറ്റർ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റിലേക്കാണ്. അപ്പൊ അത് ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ളതാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഫോക്കസിൽ എടുക്കുമ്പോൾ ആ കോമ്പറ്റീഷനിൽ ഏറ്റവും ഹയസ്റ്റ് ആൾക്ക് ജോലി അല്ലെങ്കിൽ വർക്ക് ഉണ്ടാവത്തുള്ളൂ എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ശരി. പിന്നെ ഇതൊരു സ്റ്റാഗ്നന്റ് ഡ്യൂട്ടി റോളാണ്. എസ്റ്റിമേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ആയുഷ്കാലം എസ്റ്റിമേഷൻ തന്നെ ചെയ്യാൻ പറ്റും. പല പ്രൊജക്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു 5 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ വെറൈറ്റി പ്രൊജക്ട്സും ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സ്റ്റാഗ്നന്റ് ആയി പോകും. അതായത് സെയിം സാധനം തന്നെ റിപ്പീറ്റ് എന്ന രീതിയിലായിരിക്കും നിങ്ങൾ ഇരിക്കുക. അപ്പോൾ സ്റ്റാഗ്നന്റ് ആവരുതെങ്കിൽ എസ്റ്റിമേഷൻ നല്ലോണം ചെയ്യാൻ നോക്കരുത്. ഒരു സൈഡ് ജോബും കൂടി അല്ലെങ്കിൽ ഒരു സൈഡ് സ്ട്രീമും കൂടി നിങ്ങൾ ഇൻട്രസ്റ്റ് എടുക്കാൻ നോക്കണം. ഓക്കെ, കാര്യം എസ്റ്റിമേഷൻ കുറെ മോണോട്ടണസ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. കുറച്ച് നാൾ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ അതിൽ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബോർ അടിക്കും നന്നായിട്ട്. ഓക്കെ, അപ്പൊ ശരി. ഗുഡ് നൈറ്റ് ഓൾ. താങ്ക് യു.